നമസ്കാരം. നിരന്തരമുള്ള തൊണ്ടവേദന നമ്മളിൽ പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. പല കാരണങ്ങൾ കൊണ്ട് തൊണ്ടവേദന വരാം. അതേക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുൽഫി നൂഹു സംശയങ്ങൾക്ക് മറുപടി നൽകും. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ, കോവിഡിന്റെ വരവോടുകൂടി ചെറിയൊരു തൊണ്ടവേദന വന്നാൽ തന്നെ നമുക്ക് വലിയ ടെൻഷനാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ തൊണ്ടവേദന വരാം? നമുക്ക് തൊട്ടും മുമ്പ് ഒരു ഒമിക്രോൺ വേരിയന്റിന്റെ ഒരു വ്യത്യസ്തമായ ഒരു രോഗലക്ഷണങ്ങളിൽ ഒന്ന് ഈ ഡെൽറ്റയുമായിട്ട് അല്ലെങ്കിൽ ഈ COVID-19 ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ മാറിയിട്ട് ഒമിക്രോണിൽ എത്തിയപ്പോൾ തൊണ്ടവേദന സർവ്വസാധാരണമായിട്ട് കണ്ടിരുന്നു. ഈ ഒമിക്രോണിന് പലപ്പോഴും രോഗികൾ ആദ്യം തന്നെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഫാരഞ്ചൈറ്റിസിന്റെ അല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്നതിന്റെ രീതിയിലായിരുന്നു. ഇപ്പൊ കേസുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കേസുകളെല്ലാം തന്നെയും നമുക്കൊരു COVID-19 അല്ലെങ്കിൽ ഒമിക്രോൺ ഇൻഫെക്ഷൻ ആണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പൊതുവേ ഈ ഒരു സമ്മറിന്റെ സമയത്ത് എല്ലാ സമയത്തും, അതായത് സീസണിന് അതീതമായിട്ട് തന്നെ നമുക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻസ് സാധാരണഗതിയിൽ വരാറുണ്ട്. ത്രോട്ടിലെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. തൊണ്ടവേദന വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. വളരെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റംസിൽ ഒന്നാണ് തൊണ്ടയ്ക്ക് വേദന വരിക എന്നുള്ളത്. അതൊരു മൈൽഡ് സോർ ത്രോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ തോന്നുന്നത് പോലെ ആഹാരം ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ ചെറിയ വേദന, അതിനെ നമ്മളൊരു സോർ ത്രോട്ട് എന്നാ പറയാ. ത്രോട്ടിലുണ്ടാകുന്ന ഒരു മൈൽഡ് ഡിഫിക്കൽറ്റി. അതിനും അപ്പുറം തൊണ്ടവേദന സിവിയർ ആകുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ പനി ഉണ്ടാകാം, ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, വെള്ളം കുടിക്കുമ്പോൾ പെയിൻ ഉണ്ടാകാം, ബോഡി പെയിനും മറ്റു കാരണങ്ങളും ഉണ്ടാവാം, പനി ഉണ്ടാകാം, ശരീരത്തിന് വേദന ഉണ്ടാകാം, പൊതുവെയുള്ള ഒരു ക്ഷീണം ഉണ്ടാകാം. ഇതെല്ലാം തന്നെയും ഒരു ഇൻഫെക്ഷന്റെ രീതിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ത്രോട്ടിലെ പെയിൻ ഉണ്ടാകാൻ കഴിയും. അതിപ്പോ ബേസിക്കലി നമ്മളിപ്പോ ഒമിക്രോണിൽ കണ്ടതുപോലെ തന്നെ ഒരു ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് തൊണ്ടയുടെ ഏറ്റവും പുറകുള്ള ഒരു ഭിത്തി, ഫാരിങ്സ് എന്ന് പറയും. നമുക്കിപ്പോ തൊണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറകെ കാണപ്പെടുന്ന ആ ഭിത്തി, അതിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന ലഘുവായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. ആ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ത്രോട്ട് പെയിനിന്റെ കാരണങ്ങളിൽ ഒന്ന്. അത് ഒമിക്രോണിലും അങ്ങനെ അതേ രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് അത്ര ഇൻഫെക്ഷൻസ് വരാം. ഒന്ന് വൈറസിന് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ വൈറസിൽ ഒരു കാരണമാണല്ലോ നമ്മുടെ ഈ ഒമിക്രോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് വരാം. അപൂർവമായിട്ടാണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തത് ഈ ഫാരിങ്സിനും അപ്പുറം നമ്മുടെ ടോൺസിൽ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ്. ടോൺസിൽ ഗ്രന്ഥികൾ നമുക്കറിയാം, തൊണ്ടയുടെ അകത്ത് നമുക്ക് ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു കണ്ണാടിയിൽ നോക്കി ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോൺസിൽ ഗ്രന്ഥികളെ കാണാൻ പറ്റും. മിക്കവാറും എല്ലാവരും സ്വയം വീക്ഷിക്കുന്നുണ്ടാവും. നല്ലോണം തുറന്നു പിടിച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ടയുടെ ഇരുവശങ്ങളിലുള്ള ചെറിയ മുഴയാണ് നമ്മൾ ടോൺസിൽ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഈ ടോൺസിൽ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അതും തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവുകയും അത് ഇതുപോലെയുള്ള സിമിലർ ലക്ഷണങ്ങൾ, ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, പനി, ശരീരവേദന, വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, അത്തരം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ തൊണ്ടയിലെ നമ്മുടെ കഴുത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ വീർക്കങ്ങൾ ഉണ്ടാകും. നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ലിംഫഡനൈറ്റിസ് ഉണ്ടാകും. അപ്പൊ അത്തരം ഒരു ലിംഫ് നോട്ട്സിന്റെ വലിപ്പവും ഒക്കെ തന്നെ ഒരു വീർക്കം ഒക്കെ തന്നെ ഈ ടോൺസിലൈറ്റിസിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെ മറ്റു കാരണങ്ങളും ഒക്കെ തന്നെ തൊണ്ടവേദന ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ഈവനെ ഫോറിൻ ബോഡി, തൊണ്ടയിലിരിക്കുന്ന ഒരു മുള്ളു കുടുങ്ങിയാലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മുറിവുകളോ, തൊണ്ടയിൽ ഉണ്ടാകുന്ന അൾസേഴ്സ് വളരെ കോമൺ ആയിട്ടൊക്കെ തന്നെ കാണാറുണ്ട്. നമ്മുടെ തൊണ്ടയിലെ ആന്റീരിയർ പില്ലർ, പോസ്റ്റീരിയർ പില്ലർ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് ഈ ടോൺസിൽ ഗ്രന്ഥിക്ക് ഇരിക്കുന്ന ഭാഗത്തിനുള്ള രണ്ട് കവറിംഗ് ആണ്, രണ്ട് ഭിത്തികൾ, രണ്ട് കർട്ടൻ പോലെ ഇരിക്കുന്ന ഭാഗങ്ങളാണ്. അതിന് ആന്റീരിയർ പില്ലർ എന്നും പോസ്റ്റീരിയർ പില്ലർ എന്നും പറയും. ഇതിന്റെ ഇടയ്ക്കാണ് ഈ ടോൺസിൽ ഗ്രന്ഥി ഇരിക്കുന്നത്. ആന്റീരിയർ പില്ലറിലൊക്കെ സർവ്വസാധാരണമായിട്ട് ടോൺസിൽ ഗ്രന്ഥിയിൽ ഉൾപ്പെടെ തന്നെ ആഫ്റ്റസ് അൾസർ പോലെയുള്ള ചെറിയ അൾസർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതും നമുക്ക് ത്രോട്ട് പെയിൻ ഉണ്ടാകും. പൊതുവെ ത്രോട്ട് പെയിൻ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ് കാരണം, എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും രോഗലക്ഷണങ്ങളും ചികിത്സയും ഒക്കെ തന്നെ അല്പം വ്യത്യസ്തമായിരിക്കാനാണ് സാധാരണഗതിയിൽ കാണുന്നത്. ശരി. ഇപ്പോൾ തണുപ്പ് കാലത്ത് നമുക്ക് തൊണ്ടവേദന സർവ്വസാധാരണമായി വരും, എല്ലാവർക്കും വരും. പക്ഷേ ഈ ചൂട് കാലത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ തൊണ്ടവേദന വരാം? ഇപ്പോൾ സാധാരണമാണോ? ത്രോട്ട് പെയിൻ ഇപ്പോഴും നമുക്കിപ്പോ ഒമിക്രോണിന്റെ തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. ഒപിയിലൊക്കെ സാധാരണ ENT ഒപിയിലും മറ്റ് ജനറൽ ഒപിയിലും ഒക്കെ തന്നെ ത്രോട്ട് പെയിൻ സാധാരണഗതിയിൽ എപ്പോഴും എല്ലാ ദിവസവും ത്രോട്ട് പെയിൻ ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. തണുപ്പ് കാലത്തിലുള്ളതുപോലെ തന്നെ ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച കാരണങ്ങൾ തന്നെയാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണാറുള്ളത്. ഫാരഞ്ചൈറ്റിസ് ഉണ്ടാകാം, അതുപോലെ തന്നെ ടോൺസൈറ്റിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടെ നമുക്ക് എപ്പോഴും ത്രോട്ടിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ ഈ ലാരിഞ്ചോ ഫാരഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ വയറിലുള്ള ഗ്യാസ്ട്രിക് സെക്രീഷൻസ് മെയിനിലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്യുക, അത് മെയിനിലേക്ക് ഉയർന്നു വരികയും അത് തൊണ്ടയുടെ ഭാഗങ്ങളിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ ആണ് അനുഭവപ്പെടുക. വേദനയേക്കാൾ ഉപരി തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, എന്തോ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതും പലപ്പോഴും ഒരു വേദനയായിട്ട് രോഗികൾ പറയാറുണ്ട്.
അതോടൊപ്പം തന്നെ തൊണ്ടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ കഴുത്തിന് മുൻഭാഗത്തുണ്ടാകുന്ന ചില മുഴകളൊക്കെ തന്നെ തൊണ്ടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഒരു ഫുൾനെസ് തോന്നിക്കാം, അല്ലെങ്കിൽ എന്തോ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാം. അപൂർവമായിട്ട് അത്തരം കാര്യങ്ങൾ വേദന ഉണ്ടാക്കാം. ഇതൊക്കെ തന്നെ ത്രോട്ട് പെയിനിന് ഒരു കാരണമാകാം. മറ്റു ചില കാരണങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്ന ധാരാളം കാരണങ്ങൾ തൊണ്ടയ്ക്ക് വേദന ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി തീർന്നേക്കാം. പക്ഷേ സാധാരണഗതിയിൽ അത് വളരെ കുറവാണ്. കാലഘട്ടങ്ങൾക്ക് അതീതമായിട്ട് ഇപ്പൊ സമ്മർ സമയത്ത് ത്രോട്ട് പെയിൻ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാൻ കഴിയില്ല. സാധാരണ തണുപ്പ് സമയത്ത് ഉണ്ടാകുന്ന പോലെയുള്ള അതേ കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ കേസുകളുടെ എണ്ണത്തിൽ ഓരോ വിഭാഗത്തിലും അല്പം കൂടിയും കുറഞ്ഞും ഇരിക്കാനാണ് സാധാരണഗതിയിൽ സാധ്യതയായിട്ടുള്ളത്. ശരി, ഈ തൊണ്ടവേദന മറ്റു ഏതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമായി മാറാറുണ്ടോ? നമുക്ക് ബേസിക്കലി തൊണ്ടയിലുണ്ടാകുന്ന വേദനയെ നാം ഒരു ഇൻഫെക്ഷന്റെ ഫീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ കാണുന്ന ഒരു അണുബാധയുടെ ഒരു രീതി മാത്രമാണ് സ്ഥിരമായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന്റെ അണുബാധയുടെ ഭാഗമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ മറ്റ് കാരണങ്ങൾ, അതായത് തൊണ്ടയിലുണ്ടാകുന്ന ഒരു പക്ഷേ അപൂർവമായിട്ടുണ്ടാകുന്ന മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാലിഗ്നൻസി പോലുള്ള ക്യാൻസർ പോലെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ തൊണ്ടയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന മുറിവുകൾ, തൊണ്ടയുടെ അല്ലെങ്കിൽ വായുടെ ഉൾഭാഗത്തുണ്ടാകുന്ന മുറിവുകളൊക്കെ തന്നെ തൊണ്ടവേദനയായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ത്രോട്ട് പെയിൻ എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. മറ്റ് രോഗലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ എന്ന് കാണാം. നമുക്കറിയാം, തൊണ്ട നമുക്ക് എപ്പോഴും കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് പോലും നമുക്ക് പലപ്പോഴും തൊണ്ടയിൽ നാം സ്വയം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മറ്റു രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിപ്പോൾ ഒരു വൈറൽ ഫീവർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, അത്തരം രോഗങ്ങളുടെ ഒപ്പം തന്നെയും സാധാരണഗതിയിൽ ചില ആൾക്കാർക്ക് ത്രോട്ട് പെയിനും അല്ലെങ്കിൽ ഫാരഞ്ചൈറ്റിസും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേസോഫാരൻസ് എന്ന് പറയുന്നത്, അതായത് മൂക്കിന് പുറകുവശത്ത് ഉള്ള ഒരു ഭാഗമുണ്ട്. മൂക്കിന് ഏറ്റവും പുറകുവശത്ത് തൊണ്ടയുടെ മുകളിലായിട്ട് കാണുന്ന ഭാഗത്ത് അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഒക്കെ തന്നെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ സൈനസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ വിയർപ്പ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ചൂടുകാലം. അപ്പോൾ വിയർപ്പ് ഇറങ്ങിയിട്ട് സ്വാഭാവികമായും രാത്രിയായും ഫാൻ ഇട്ട് കിടക്കുമ്പോഴും മറ്റും നമുക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഉപ്പുവെള്ളം കൊള്ളുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും തൊണ്ടവേദനയ്ക്ക് പറയുന്ന ഒരു കാര്യം. ഇത് എത്ര ഇന്റർവെല്ലിൽ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്? നമുക്കറിയാലോ, നമുക്ക് സാധാരണ ത്രോട്ടിനുണ്ടാകുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സോർ ത്രോട്ട് എന്ന് പറയാം. തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, ഒരു മൈൽഡ് പെയിൻ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ സോർ ത്രോട്ട് എന്നുള്ള കാറ്റഗറിയിലേക്ക് പെടുക. അപ്പൊ സലൈൻ ഗാർഗിളിൽ ചെറിയ ചൂടുപ്പ് വെള്ളം തൊണ്ടയിൽ കൊള്ളിക്കുന്നത് അത്തരം ഒരു വേദനയിലെ സിംറ്റമറ്റോളജിയെ കുറച്ചു നിർത്തുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ യൂഷ്വലി നമ്മൾ നിരന്തരം ഉപ്പുവെള്ളം കൊള്ളിക്കുന്ന എന്നുള്ള രീതി സ്വീകരിക്കണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് തൊണ്ടവേദനയുള്ള സമയങ്ങളിൽ, രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുൻപ് ത്രോട്ട് പെയിൻ ഉള്ള ആൾക്കാരിൽ സലൈൻ ഗാർഗിൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു 3 times ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, ഒരു 3 തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അപാകതയില്ല. ഒരുപക്ഷെ പെട്ടെന്ന് നമുക്കൊരു സോർ ത്രോട്ട് വരികയാണെങ്കിൽ, തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പാരസ്റ്റമോളിന്റെ ഒരു ഗുളികയും അതോടൊപ്പം തന്നെ സലൈൻ ഗാർഗിൾ അല്ലെങ്കിൽ ചെറിയ ചൂടുപ്പ് വെള്ളം നമുക്ക് വായിൽ കൊള്ളിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊരു ഫ്രീക്വൻസി വളരെ വളരെ കൂടി പോകുന്നത് കൊണ്ട് നമുക്കൊരു ഒരു പ്രധാനമായിട്ടുള്ള ഗുണം ഉണ്ടാകണമെന്നില്ല. പക്ഷേ സമയം സിവിയർ ആയിട്ടുള്ള ടോൺസൈറ്റിസ്, അതികഠിനമായ വേദന ഉണ്ടാകുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും സിംറ്റംസിന്റെ രീതി കാഠിന്യം അനുസരിച്ച് കൂടുതൽ സമയം അല്ലെങ്കിൽ 4-5 തവണയൊക്കെ ത്രോട്ടിൽ സലൈൻ ഗാർഗിൾ കൊള്ളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ശരി ഡോക്ടർ, ഒരു കോളർ ഉണ്ട് നാഗ്പൂരിൽ നിന്നും അനീഷാണ്. അനീഷ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. എനിക്ക് ഇതിന് ഫസ്റ്റ് വേവില് എനിക്ക് കൊറോണ വന്നിരുന്നു. അപ്പൊ അതിനുശേഷം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു, കുറഞ്ഞു. മാറിയതിനു ശേഷം പിന്നീട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഇത് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ തലവേദന. പിന്നെ ഞാൻ നേരത്തെ മദ്യപിക്കുമായിരുന്നു. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് മദ്യപാനമില്ല. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് മദ്യപിച്ചു വന്ന് അപ്പം കണ്ണ് നല്ല റെഡ് കളറായി. അതിനുശേഷം ഞാൻ KFT LFT ഒക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു. ഇത് ഒരു സാധാരണ നമ്മുടെ COVID-19 വന്ന ആൾക്കാർക്ക്, ഒമിക്രോൺ ആണെങ്കിലും ഡെൽറ്റ വേരിയന്റ് മൂലമുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും ഒക്കെ തന്നെ അത് കഴിഞ്ഞുള്ള കുറച്ച് സമയവും കൂടിയൊക്കെ തന്നെ നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഡ്രൈ ആയിട്ടുള്ള ഒരു ചുമ, തൊണ്ടയ്ക്ക് ഇപ്പോൾ ഒരു ഇറിറ്റേഷൻ, അതൊക്കെ തന്നെ ചില ആൾക്കാരിൽ വൈറൽ ഫീവർ, എല്ലാ വൈറൽ ഫീവറുകൾക്കും ശേഷം നമുക്ക് അങ്ങനെ നിൽക്കാറുണ്ട്. COVID-19 അങ്ങനെ ഒരു ചില രോഗലക്ഷണങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില ആൾക്കാരിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരം ആ ഒരു ബുദ്ധിമുട്ടാണ് ബേസിക്കലി ഇതിനകത്ത് കാണുക. അലർജി ഉള്ള ആൾക്കാരിൽ ഈ മുമ്പ് തന്നെ നമുക്ക്
തൊണ്ടയ്ക്ക് സ്ഥിരമായിട്ട് വേദന വരിക, മൂക്കൊലിപ്പ് വരിക, അലർജിയുടെ മറ്റ് ലക്ഷണങ്ങൾ, അതായത് മൂക്ക് അടഞ്ഞിരിക്കുക, മൂക്കിൽ നിന്നും നിരന്തരമുള്ള ഡിസ്ചാർജ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒരുപക്ഷെ ശ്വാസം മുട്ടൽ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അത്തരം ആൾക്കാരിൽ ഒരുപക്ഷെ COVID-19 ഇൻഫെക്ഷന് ശേഷം ഇത്തരം സിംറ്റംസിന് ഒരു അല്പം കൂടെ കൂടുതൽ ഉണ്ടാവുകയും അതിന്റെ രോഗലക്ഷണങ്ങൾ കുറച്ച് പ്രിഡോമിനന്റ് ആവുകയൊക്കെ ചെയ്യുന്നത് സാധാരണയായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോ തീർച്ചയായിട്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ ഇതിന് ബന്ധമുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത ENT ഡോക്ടറെ കാണുക. ത്രോട്ടിന് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അലർജിയുടെ ഭാഗങ്ങളോ ഒക്കെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാറ്റുവാനുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതൊരു ചെറിയൊരു കോഴ്സ് കഴിക്കുകയാണെങ്കിൽ മാറി നിൽക്കും. തീർച്ചയായിട്ടും ഒരു COVID-19 വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഭീതിയാണ്. എന്ത് രോഗലക്ഷണത്തിനെയും നമ്മൾ കോവിഡുമായി ബന്ധപ്പെടുത്തുകയും അതൊരു ദീർഘനാൾ നിൽക്കുന്ന കോവിഡിന് ശേഷമുള്ള ഒരു സീക്വലായി മാറിപ്പോകുന്നു എന്നൊക്കെ ഒരു സംശയം നമുക്ക് പൊതുവെ എല്ലാവരിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത അപൂർവം ആൾക്കാരിലാണ് ഉള്ളത്. അത് അങ്ങനെ ഒരു എൻറ്റിറ്റി നിലവിലുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സാധാരണ പനി വന്നു പോയാൽ തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ചില വൈറൽ ഫീവർ വന്നു പോയാൽ തന്നെ ചെറിയൊരു ലക്ഷണമുണ്ട്, ചില രോഗലക്ഷണങ്ങൾ നിലനിൽക്കാറുണ്ട്. COVID-19 കാര്യത്തിൽ അത്തരം രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയെക്കാട്ടിയും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടറെ കണ്ടാൽ അലർജി നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ മറ്റു മരുന്നുകളോ ഒക്കെ തന്നെ നൽകിയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ശരി ഡോക്ടർ, ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം അതുപോലെ യോഗർട്ട് പോലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടിനെ അതിജീവിക്കാനാണ് അത് ചെയ്യുന്നത്. പക്ഷേ അത് നല്ലതാണോ? നമുക്ക് നമ്മൾ തണുത്ത ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ചിട്ട് പലപ്പോഴും ഈ ത്രോട്ടിന് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അലർജിയുടെ ഒരു ഇറ്റിയോളജി ഉള്ള ആൾക്കാരിൽ തണുത്ത ആഹാര സാധനങ്ങൾ നിരന്തരം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം തണുപ്പാണ്, വളരെ ചൂടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് വാട്ടർ ഇൻടേക്ക് വളരെ കൂടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചൂടുള്ള സമയത്ത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വാട്ടർ ഇൻടേക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ തോതിൽ തിളപ്പിച്ചാറ്റിയ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കും ഐഡിയൽ. തണുത്ത ആഹാര സാധനങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇത്തരം ഇൻഫെക്ഷൻസ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാരിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വെള്ളം കുടിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരു ഫുൾ ബോട്ടിൽ വാട്ടർ നമ്മൾ പെട്ടെന്ന് അങ്ങ് കുടിച്ച് തീർക്കുന്നതിലുപരി നമുക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ഇന്റർവെല്ലിൽ വെള്ളം കുടിക്കുകയും നമ്മളെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സമ്മർ സമയത്ത് സാധാരണ വാട്ടർ ഇൻടേക്കിനെക്കാട്ടിയും കൂടുതൽ ലെവലിൽ വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. തിളപ്പിച്ചാറ്റിയ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കും ഏറ്റവും ഐഡിയൽ. ശരി ഡോക്ടർ ക്യൂൽ, ഈ ഇടവേളയാണ്. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, ഈ തൊണ്ടയ്ക്ക് എപ്പോഴും വരൾച്ചയുള്ള ആൾക്കാരുണ്ട്. കൂടെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ രാത്രി തന്നെ ഉറങ്ങുമ്പോൾ പലവട്ടം വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട്, എപ്പോഴും ഒരു കാറൽ അനുഭവപ്പെടുന്നത്, അതെന്തുകൊണ്ടായിരിക്കും? തൊണ്ടയിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഞാൻ ധാരാളം ആൾക്കാരിൽ തൊണ്ട എപ്പോഴും വരണ്ടിരിക്കുന്നു, ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നു തുടർച്ചയായിട്ട്. അപ്പൊ അത്ര ഒരു സാഹചര്യത്തില് ഈ സമ്മർ സമയത്ത് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, നമുക്ക് തൊണ്ടയിലേക്ക് ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ആസിഡ് റിഫ്ലക്സിന്റെ ഒരു റീഗർജിറ്റേഷൻ, അതായത് ആസിഡിന്റെ റീഗർജിറ്റേഷൻ, അതായത് നമുക്ക് തൊണ്ടയിൽ നിന്നും ആഹാരം ഇറങ്ങുന്ന ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ചില ആൾക്കാരിലെ ചെറിയ അവിടെ എന്താ പറയാ, അവിടുത്തെ മാംസപേശികൾക്ക് ചെറിയൊരു കട്ടി കുറയുക അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ വയറിൽ കിടക്കേണ്ട ദഹന ജ്യൂസ് മേളിലേക്ക് വരുന്ന ഒരു രീതി കാണാറുണ്ട്. അത് പലപ്പോഴും നമുക്ക് തൊണ്ടയിൽ എന്താ പറയാ ചില ആൾക്കാർക്ക് നെഞ്ചിന് എരിച്ചില് ശക്തമായി അനുഭവപ്പെടാറുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരിലും അത്തരം ഒരു എരിച്ചിലൊന്നും അനുഭവപ്പെടാതെ തന്നെ തൊണ്ടയിൽ എപ്പോഴും ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി സെൻസേഷനൊക്കെ അനുഭവപ്പെടുന്ന രീതിയായിരിക്കും ഉള്ളത്. അവർക്കും തൊണ്ടവേദന സാധാരണ തൊണ്ടയിൽ ഈ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരിൽ നമുക്ക് ഈ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ആവശ്യമായി വന്നിരിക്കാം. റെഗുലറായിട്ട് ആഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, ധാരാളം ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, എരിവും പുളിവും ഒഴിവാക്കുക, രാത്രി വളരെ താമസിച്ച് ആഹാരം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പോലെയുള്ള ഗ്രൂപ്പുകളിലുള്ള ചില മരുന്നുകൾ ലഭ്യമാണ്. ഇത്തരം സ്ഥിരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരം ഗുളികൾ കഴിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ധാരാളം വാട്ടർ ഇൻടേക്ക് ഈ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, ചങ്ങരംകുളത്ത് നിന്ന് ഷാബിലിയാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ നമസ്തേ. ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ, ടിവിയിൽ ശ്രദ്ധിക്കരുത്. ഹലോ സാർ, എനിക്ക് ഒരു 6 വർഷം മുന്നേ തൊണ്ടവേദന നന്നായിട്ടുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഒരു 6 ദിവസം അഡ്മിറ്റ് ഒക്കെ ആയി.
ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ടാണ് മാറിയത്. ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ഒരു തവണയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു കൂടുതൽ വെള്ളം കുടിക്കുമ്പോഴാണ് എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ കഫം കെട്ടുന്ന പോലെ തോന്നും. പിന്നെ നല്ല എരിച്ചൽ പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് അന്ന് ഡോക്ടർ ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ ശക്തമായിട്ട് തൊണ്ടവേദന വന്ന കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് ഡോക്ടർ സർജറി ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇല്ല, സർജറി ഒന്നും പറഞ്ഞില്ല, ഇഞ്ചക്ഷൻ മാത്രം ചെയ്തുള്ളൂ. ഓക്കെ, അതായത് അപ്പോ പ്രോബബ്ലി അതൊരു ടോൺസിൽ ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ തൊണ്ടയുടെ മറ്റു ഭാഗങ്ങളിൽ വന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമായിരുന്നിരിക്കാം. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണയും വീണ്ടും ആ ത്രോട്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഒരു ഫുൾ കോഴ്സ് ആന്റിബയോട്ടിക്സ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ അത് പരിശോധനയ്ക്ക് ശേഷം ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമുണ്ട്. സാർ കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് കൂടുതലും തൊണ്ടയ്ക്ക് ഡ്രൈ ആയി വരുന്നത്. വേദനയില്ല, ആഹാരം ഇറക്കാനുള്ള വേദന ചില സമയത്ത് അത് കൂടുമ്പോ പനിയൊക്കെ നന്നായിട്ട് വരാറുണ്ട്. പിന്നെ കൂടുമ്പോ പനി വന്നതിന് ശേഷം അപ്പൊ എരിയൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ പ്രധാനമായിട്ടും ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അങ്ങനെ കാരണങ്ങളുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വോയിസ് അബ്യൂസ് എന്ന് പറയും, ശബ്ദം ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ മൂലം തൊണ്ടയിൽ എപ്പോഴും ഒരു ഡ്രൈനസ് അനുഭവപ്പെടുകയും തൊണ്ടയിൽ ഒരു ഫോറിൻ ബോഡി സെൻസേഷനും ഒരു ഇറിറ്റേഷനും ഒക്കെ അനുഭവപ്പെടുന്ന രീതിയുമുണ്ട്. അപ്പൊ ഇതിലെ കാരണം ഏതാണ് എന്ന് വ്യക്തമായിട്ട് നാം നോക്കേണ്ടതായിട്ടുണ്ട്. തൊട്ടടുത്ത ENT ഡോക്ടറെ കാണിക്കുകയും അത് ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മരുന്നുകൾ, ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ തൊട്ടു മുമ്പ് പോലെയുള്ള ആസിഡ് റിഫ്ലക്സ് ഒഴിവാക്കാനുള്ള ഗുളികൾ ഇതിനോടൊപ്പം വേണ്ടി വന്നിരിക്കാം. നമ്മുടെ ശബ്ദം മോഡിഫൈ ചെയ്യേണ്ട രീതിയുണ്ട്. ചില പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരിലെ, ടീച്ചർമാരിലെ, പ്രസംഗിക്കുന്ന ആൾക്കാരിലെ, പാട്ട് പാടുന്നവരിലെ, ശബ്ദം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരില്, മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അവരൊക്കെ തന്നെ തൊണ്ടയിലെ ചെറിയ ശബ്ദത്തിന് ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു വോയിസിന് ഒരു പ്രത്യേക ഹൈജീൻ അല്ലെങ്കിൽ വോയിസ് നാം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളും ഡോക്ടർ തീർച്ചയായിട്ടും നൽകും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ശരി, ഈ തൊണ്ടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ നാട്ടില് വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീർക്കവും അതുമൂലം, അല്ലെങ്കിൽ ആ ഗ്രന്ഥിയുടെ ഹോർമോണിന്റെ അളവ് മൂലം ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീർക്കമോ അല്ലെങ്കിൽ യൂഷ്വലി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങളും മിക്കപ്പോഴും ഒരു തൊണ്ടവേദനയായിട്ടല്ല പലപ്പോഴും പ്രത്യക്ഷപ്പെടുക. നമുക്കത് സാധാരണഗതിയിൽ കാണുന്നത് തൊണ്ടയുടെ മുൻഭാഗത്ത്, നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്ത്, തൊണ്ടയുടെ ഭാഗത്ത് ഒരു വീർക്കമായ ഒരു ഫുൾനെസ് അനുഭവപ്പെടുക. അതാണ് ഏറ്റവും ആദ്യം കാണപ്പെടുന്നത്. അതായത് തൊണ്ടയുടെ ഭാഗത്ത് ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭീതി, ഒരു രീതി കാണപ്പെടുക. അതിനുശേഷം തൊണ്ടയിലേക്ക് മുഴ, നമുക്ക് ഉമിനീര് വിഴുങ്ങുമ്പോൾ തന്നെ മൂവ് ചെയ്യുന്ന, അത് മേലിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന തരത്തിലുള്ള മുഴകൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതാണ് യൂഷ്വലി നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗത്തിന് കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ. അപൂർവമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണിന് വേരിയേഷൻ വരികയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ച് രോഗലക്ഷണങ്ങളുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ രോഗലക്ഷണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ലെഥാർജി അനുഭവപ്പെടുക, നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു മടി അനുഭവപ്പെടുക. അങ്ങനെ പൊതുവെ നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ട് സ്ത്രീകളിലാണെങ്കിൽ, അങ്ങനെ ചില രോഗലക്ഷണം ഉണ്ടാവും. അതേസമയം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൂടുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് നെഞ്ചെടുപ്പ് കൂടുക, വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന രീതി ഉണ്ടാവുക, അങ്ങനെ ശരീരം മെലിഞ്ഞു പോവുക. അത്തരം രോഗലക്ഷണങ്ങളാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൂടുതൽ ഉണ്ടാവുമ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തൊണ്ടയിലെ ഗ്രന്ഥി അല്പം വലുതാവുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഫോറിൻ ബോഡി സെൻസേഷൻ അല്ലെങ്കിൽ ത്രോട്ടിൽ എന്തോ ഇരിക്കുന്ന ഒരു പ്രതീതിയും കൂടി അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ത്രോട്ടിലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ മൂലം ഉണ്ടാകുന്ന തൊണ്ടയ്ക്ക് വേദന എന്ന് പറയുന്ന ആസച്ച് ഒരു രോഗലക്ഷണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങൾക്ക് യൂഷ്വലി ഉണ്ടാകാറില്ല. പക്ഷെ അപൂർവമായിട്ട് ചില സമയങ്ങളിലൊക്കെ തന്നെ തൊണ്ടയുടെ വേദന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ മൂലം വളരെ ചെറിയ തോതിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തൊണ്ടയിലെ ഗ്രന്ഥികളുടെ വീർക്കമാണ് എന്ന് സംശയം തോന്നുന്ന രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരം രോഗങ്ങൾക്ക് ഗുളിക കഴിച്ചിരുന്ന ആൾക്കാരോ ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു സ്ഥിതിവിശേഷം കൂടെ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ശരി ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് മുഹമ്മദ് ആണ്, സംസാരിച്ചോളൂ. നമസ്തേ. നമസ്തേ മുഹമ്മദ്. സ്ഥിരം പഴുപ്പുണ്ടാവുക തൊണ്ട ഇൻഫെക്ഷൻ പോലെ, അത് സ്ഥിരം ഉണ്ടാവുക. തണുപ്പടിക്കുമ്പോൾ ഉണ്ടാവും, കാറ്റ് കൊണ്ട് അധികം കാറ്റ് കൊണ്ടുണ്ടാവും, ഫാനിന്റെ കാറ്റ് കൊണ്ട് അങ്ങനെ ഉണ്ടാവും, ചുമയും പൊത്തും ചുമയുണ്ടാവും, സ്ഥിരം ഉണ്ടാവുക. നമുക്ക്
അല്ല, ഈ ത്രോട്ടിന് പല അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ഈ ചൊറിച്ചിൽ ചുമ ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് പലപ്പോഴും നമുക്ക് ത്രോട്ടിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ത്രോട്ടിലുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെ നമ്മളൊരു ഒരു തീർത്തും ചെറിയൊരു ത്രോട്ട് പെയിൻ ഒരു ദിവസം നിൽക്കുന്നു അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അത് വീണ്ടും വീണ്ടും വരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് അത്തരം രോഗലക്ഷണങ്ങൾ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. കാരണം പലപ്പോഴും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ മൂലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കോഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഫുൾ കോഴ്സ് മരുന്നുകൾ കഴിക്കണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും നമുക്ക് തൊണ്ടയിലെ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ആന്റിബയോട്ടിക് മരുന്നുകളുടെ റോൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു ചെറിയൊരു കോഴ്സ് കഴിച്ച് സ്വയം ചികിത്സ നിർത്തുന്ന ഒരു രീതി ധാരാളം രോഗികളിൽ കാണാറുണ്ട്. നമുക്കൊരു 5 days അല്ലെങ്കിൽ 7 days അല്ലെങ്കിൽ 14 days 14 ദിവസം വരെയുള്ള ആന്റിബയോട്ടിക് കോഴ്സുകൾ നമുക്ക് ആവശ്യമായി വന്നേക്കാം. അതിപ്പോൾ ഡോക്ടറെ കാണിക്കുകയും ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായിട്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നാം അത് പാലിക്കുക. അപ്പൊ ആ ഫുൾ കോഴ്സ് ആന്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് ഏറെ നാളത്തേക്ക് വീണ്ടും റിക്കർ ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കുക. ഒരുപക്ഷെ ഒരു അലർജിക് ഇറ്റിയോളജി ഇതിനോടൊപ്പം കാണാം. അലർജി മാത്രമായിരിക്കാം കാരണം. അങ്ങനെയാണെങ്കിൽ അലർജി നിയന്ത്രിക്കുന്ന ചെറിയ ഷോർട്ട് കോഴ്സ് മരുന്നുകൾ ഉണ്ടാവും. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഇൻഫെക്ഷൻസ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ മാക്സിമം തണുത്ത ആഹാര സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കി നിർത്തുക. തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം മാക്സിമം ഒഴിവാക്കി നിർത്തുക. തലയിൽ ഗാർഗിൾ ഇടയ്ക്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ശരി. തൊണ്ടവേദനയുടെ കാരണങ്ങളും ചികിത്സയും സംബന്ധിച്ചാണ് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുൽഫി നുഹു വിശദമായി സംസാരിച്ചത്. നന്ദി ഡോക്ടർ. നമസ്തേ. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.